ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദ്രചൂടൻ വീണ്ടും വന്നിരിക്കുകയാണ്. 2 ദിവസത്തെ ഇടവേള എന്ന് പറഞ്ഞാൽ എനിക്ക് പനിയായിരുന്നു. ഞാനന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കുകയായിരുന്നു എന്ന്. എനിക്ക് ഉണ്ണിക്കൊക്കെ ഉണ്ടായിരുന്നു ഛർദിയും പനിയും ക്ഷീണമൊക്കെ. അപ്പോൾ അതൊന്ന് ഓക്കെ വരാൻ 2 ദിവസത്തെ ഗ്യാപ്പ് എടുത്താണ്. ഉണ്ണിക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ അറിയാമല്ലോ, ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ എനിക്ക് ഫോൺ നോക്കാനോ ഒന്നിനും സമയം ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ പൊതുവെ വാശിയുള്ള കൂട്ടത്തിലാണ് ചെറുത്. അപ്പോൾ അസുഖം കൂടി അതിൻ്റെ പുറമെ എനിക്കും വയ്യാതെ വന്നപ്പോൾ ഞങ്ങൾ രണ്ടിലാകെ പ്രാന്തായിട്ടിരിക്കുകയായിരുന്നു. അതൊന്നാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഉണ്ണി കൊട്ട് പഠിക്കാൻ പോവാണ്. കാരണം നമ്മുടെ ചെക്കന്മാർ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾ കണ്ടില്ലേ കൊട്ടണത് എന്തൊക്കെ വെച്ചാണെന്ന്. പക്ഷെ അവർ നല്ല താളബോധത്തോട് കൂടി കേട്ടോ കൊട്ടണത്. വീട്ടിലുള്ള പാട്ടയും ബക്കറ്റും ഇതൊക്കെ വെച്ചിട്ടാണ് കൊട്ടുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പോൾ ഉണ്ണീനെയും അമ്മ അങ്ങോട്ട് കാണാൻ കൊണ്ടുപോയി. അപ്പോൾ ഉണ്ണിക്ക് ഒരു ബക്കറ്റും കോലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾ. അവൾ അതിൻ്റെ ഒപ്പം ഇരുന്നിട്ട് ആദ്യം കേട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ അവൾ കൊട്ടണൊക്കെ ഉണ്ട്. കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അപ്പൂൻ്റെ കേക്ക് മുറിച്ചു. അവന് സങ്കടമായിരുന്നു. കാരണം ഒരു 7:30 വരെ ഞങ്ങൾ കേക്ക് മുറിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആരും മിണ്ടുണ്ടായില്ല കേട്ടോ. അവൻ വിചാരിച്ചു എൻ്റെ ഉള്ളിവിടെ തന്നെ അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞു. അവൻ ലാസ്റ്റ് പറയാൻ തുടങ്ങി, ഇവിടെ കേക്ക് മുറിക്കണമെങ്കിൽ എൻ്റെ വീട്ടിൽ ഇപ്പോൾ കൊണ്ടുപോയാക്കണം, അവിടെ കേക്ക് മുറിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്രിഡ്ജിലിരിക്കുന്ന കേക്ക് അവനെ കാണിച്ച് കൊടുത്ത് മുറിച്ച് ആൾ ഹാപ്പിയാക്കി. അവന് ഇഷ്ടമുള്ള കേക്കൊക്കെ വാങ്ങിക്കൊടുത്തു. ചെറിയ കേക്കാണ് വാങ്ങിയുള്ളൂ, കാരണം ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. ഇപ്പോഴും തൊണ്ട ശരിയായിട്ടില്ല. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ക്ഷമിക്കുക. പിന്നെ ഇന്നലെ രാത്രി ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്തോ കൂട്ടുകാരെ? നല്ല മഴ, നല്ല ഇടിയും മഴയൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു 5 മണി, രാത്രിയല്ല, വെളുപ്പിന് ഒരു 4:30 മുതൽ 6 മണി വരെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച്, ഇതാണ് കേക്ക് കേട്ടോ. ബട്ടർ സ്കോച്ചാണ് വാങ്ങിയത്. അവൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലേവർ കഴിക്കുന്നത് കേട്ടോ. അപ്പം അതും ഒരു ഹാപ്പിയാണ്. ഞങ്ങൾ നേരെ കിസ്മിസിലേക്ക് വിട്ടു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഏട്ടൻ എന്നെ എന്തോ ചീത്ത പറയുന്നുണ്ട്. എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ ഞാൻ എന്തോ ലൈറ്റായിട്ട് വേണമെന്ന്, ലൈറ്റായിട്ട് എനിക്ക് മതി എന്ന് പറഞ്ഞ് ഏട്ടൻ്റെ കളിയൊക്കെ കേട്ടാ. ഉണ്ണിയാണെങ്കിൽ അപ്പോഴേക്കും അപ്പുറത്തെ ടേബിളിലിരുന്ന ചേച്ചിമാരായിട്ട് സെറ്റായിട്ടാ ബൈ എന്നൊക്കെ പറഞ്ഞു. ആൾ പിന്നെ എവിടെ ചെന്നാലും വായടിച്ചുകൊണ്ടിരിക്കും, കള്ളത്തിപ്പെണ്ണ്. അവിടെ നിൽക്കണ ചേച്ചിമാരായിട്ടൊക്കെ അവൾ ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. നമുക്ക് സെർവ് ചെയ്യാൻ വരുന്ന ചേച്ചിമാർ ലേഡീസാണ് അവിടെ കൂടുതലും. അപ്പോൾ അവരൊക്കെ ബൈ ബൈ എന്ന് പറയുമ്പോൾ ഇവിടെ താറ്റ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അമ്മ ഞങ്ങൾ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്കിപ്പോൾ കുഴിമന്തിയോട് വലിയ താല്പര്യമില്ല. കഴിച്ച് മടുത്തിട്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പൂനൊക്കെ ഇഷ്ടമായി, അവനങ്ങനെ കഴിക്കാറില്ലല്ലോ. അവൻ്റെ വീട്ടിലങ്ങനെ വാങ്ങിക്കൊടുക്കാറൊന്നുമില്ല. രാത്രി ഇവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫാമിലി ആയിട്ട് പോയി കഴിക്കുന്നത് അവന്. അപ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവന്. അതിന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാ. കുറച്ച് ദൂരമുള്ളൂ കേട്ടോ നമ്മുടെ വീടും ഹോട്ടലും തമ്മിൽ, ഒരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ. ഉണ്ണിയും എല്ലാവരും വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.